പാത്തപ്പിലിക്കില്ലേ ഇത്? ഭാഷയൊക്കെ എനിക്ക് അറിയാം. പാത്തപ്പിലിക്കില്ലേ? എന്റെ പൊന്നെണ്ണ, നിങ്ങളിങ്ങനെ ചങ്കിലിടിച്ച വില പറയാതിരിക്കണ്ണ. അണ്ടാ ഇല്ല, പീല് വിടർത്തുന്ന കോഴിയുണ്ടല്ലോ, അത് വാങ്ങിച്ചിട്ട് ഇതും വളരും, നിന്റെ പൊടിമോളും വളരും. പറയണ്ണ, നിങ്ങൾ ധൈര്യമായിട്ട് പറയണ്ണ. അണ്ണ അല്ല അങ്ങനെയല്ലേ, ചങ്കലിടിച്ച വില പറയാതിരി. നിനക്ക് കന്നാൽ മാട് വാങ്ങിക്കാൻ തന്നെ അണ്ണ. ഇത് പിടി വായര്. ഇതെന്തേര്? ഇത് കയറ് വായര്. 15 രൂപ കൊണ്ടു. നീ അവിടെയൊന്നും അല്ല ഇത്. അങ്ങനെയൊന്നും നീ വില പറഞ്ഞ ഇത് കിട്ടൂല. നോക്ക്, നീ കന്നും കൂടെ നോക്കിയിട്ട് വില പറയാട്ടെ. നീ കുറേശ്ശെ പറഞ്ഞാൽ മതി, എനിക്ക് അതിൽ പ്രയാസമൊന്നുമില്ല. നീ തിരിച്ച പറഞ്ഞാൽ മതി, എനിക്ക് അതിലൊരു പേടിയില്ല. ശകലച്ച പറയാവൂ, മൊത്തത്തിൽ പറഞ്ഞാൽ ഞാനും വരണ്ടു. നീ ഇഞ്ഞി വാ, നീ വാങ്ങിക്കാൻ തന്നെ വേണ്ടി. പിന്നെ അയ്യോ വേണം. ഈ കിടാവ് കൊണ്ടിട്, പറയണനൊക്കെ ആള് വേണ്ടേ. ഇത് നോക്കിയിട്ട് കിടാവ് കൊണ്ടിട്ടാണ്ടേ. ഡേയ് 10 പവൻ്റെ സ്വർണം മേടിക്കണം. 10 പവൻ്റെ സ്വർണം മേടിക്കാനുള്ള പൈസ എന്നൊക്കെ കിട്ടും. കൊണ്ടിട്ട് പറയണനൊക്കെ ആള്. പിന്നെ അതങ്ങ് വിട്. അപ്പം വേറെ നോക്ക്. അത് വെക്കൂല, അത് തത്ത ചീട്ടെടുക്കൂല. വേറെ നോക്ക്. പറഞ്ഞാ കേക്കണ്ടേ? നീ അവിടെയൊന്നും അല്ല, ആ ലോകമൊക്കെ കഴിഞ്ഞ്. ഇപ്പം കിലോയ്ക്ക് 450 കിലോയ്ക്ക്. 90 കിലോ വരും. 90 കിലോ ഇറച്ചി. അല്ല, ഒരു ഭാഗത്തോട്ട് ഇറക്കണ്ട, ഒരു ഭാഗത്ത് ഇറത്താൽ മതി. ഭാഗത്ത് എത്ര വേണമെങ്കിലും ചേർത്ത് ഇറക്കാം. ഇത് വലിപ്പിൽ തട്ട കിലോ വരും, വലിപ്പിൽ തട്ട കിലോ. ആ ത്രാസത്തി അമ്മക്ക് വേണം. ഇത് അമ്മക്കും കൂടെ ഇറച്ചി ഉണ്ടാക്കാൻ ഇറക്കാം. ഞാനും വല്ലപ്പോൾ ഒരിക്കൽ വരുമെന്ന് ഇറക്കും, കറി വയ്ക്കാനും നമ്മളെ കൂട്ടുകാർക്ക് കൊടുക്കാനും. ഞാനും വല്ലപ്പോൾ ഇറക്കണതാണ്. ഇത് പാത്തപ്പിലി കിലോ ആണെന്നുണ്ടെങ്കിൽ ഇനി തൊട്ട് മാമഞ്ചന്റെ കന്നാലി കച്ചവടത്തിന് ഞാൻ കയറൂല. ഇത് വലിപ്പിൽ തട്ട കിലോ വരും, വലിപ്പിൽ തട്ട കിലോ. ഇത് അങ്ങനെ കള്ളമെന്ന് പറഞ്ഞാൽ ആർക്കും കൊടുക്കില്ല. ഇവിടെ അങ്ങനത്തെ കച്ചവടം വേണ്ട. നീ വേറെ നോക്ക്. ഇങ്ങോട്ട് വാ. നീ ഈ താടി കയ്യും വെച്ചോണ്ട് ഇരുന്നാ വെക്കൂല. വാ. ഇല്ല, അത് വെക്കൂല. അത് വെക്കുമെങ്കിൽ അങ്ങ് തരും. ദൈ കിടാവ് കൊണ്ടു. എങ്ങനെ ചാവക്കോഴി വാങ്ങിക്കാനേ പറ്റി? ചാവക്കോഴി തിരക്കി അത് വേണം നോക്കണം.